പ്രളയം വന്നു, അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു. 2020 മേപ്പാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു. പിന്നീട് UDF ആണ് ഭരണത്തിൽ വന്നത്. ലീഗും കോൺഗ്രസുമാണ് അതിന്റെ ശേഷം മേപ്പാടി പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. ഇതാ ഈ ഗ്രൗണ്ട്, അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അത് മികച്ച ഗ്രൗണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ ഭരണസമിതിയാണ്. ഇതിനകത്തൊരു അംഗൻവാടി ഉണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി പഞ്ചായത്തിലെ UDFന്റെ ഭരണസമിതിയാണ്. ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേക്കൊരു റോഡ് ആരുണ്ടാക്കിയത്? സഖാവ് എളമരം കരീം MP. അദ്ദേഹത്തിന്റെ ഫണ്ട്, അദ്ദേഹം വയനാടിന്റെ MP അല്ല, രാജ്യസഭയിലേക്ക് പോയത് കോഴിക്കോടുകാരനായിട്ടുള്ള CPMന്റെ നേതാവ് എളമരം കരീം, രാജ്യസഭാ അംഗം. അദ്ദേഹത്തിന്റെ ഫണ്ട് ഏതാണ്ട് 2 കോടിയോളം രൂപ ഉപയോഗിച്ചിട്ടാണ് ഇവിടേക്കുള്ള റോഡും ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കിയത്. വരുന്ന വഴിക്ക് ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ഉണ്ട്, ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ 1 രൂപ ഈ പറയുന്ന ഈ പുത്തുമലക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ടോ? മറുപടി പറയണം. ഫിറോസ് അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ, ലീഗിന്റെ ആളുകളെല്ലാം മറുപടി പറയേണ്ട കാര്യം. 1 രൂപ പോലും അവർ ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. മറ്റു നടപടികളൊന്നും ചെയ്തിട്ടില്ല. ലീഗ് എന്താ ചെയ്തത് ഇത് പറയുമ്പോൾ 18 കോടി രൂപയുടെ ഒരു പദ്ധതി അന്ന് ഇവിടെ നടപ്പിലാക്കും ഇവരുടെ പുനരധിവാസത്തിന് എന്ന് പറഞ്ഞു.